നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇടവേളയ്ക്ക് പിരിയുമ്പോൾ 26 പോയിന്റുകളുമായി പോയിന്റ് പട്ടികയിൽ ഒന്നാമതായി തലയെടുപ്പോടെ നിന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഇടവേളയ്ക്കു ശേഷമുള്ള തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങും മുന്നേ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് ഇറങ്ങിപ്പോയെങ്കിൽ മത്സരത്തിൻ്റെ മുഴുവൻ സമയ വിസിൽ മുഴങ്ങുമ്പോൾ ഇതാ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. കലിംഗ സ്റ്റേഡിയത്തിൽ ഒഡീഷ FC നേരിട്ട കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വന്നത് ലീഡ് നേടിയ ശേഷമുള്ള 2-1 തോൽവി. കൊച്ചിയിൽ ഒഡീഷ FCക്ക് എന്താണോ കൊടുത്തുവിട്ടത് അത് അതേ നാണയത്തിൽ തന്നെ തിരികെ വാങ്ങി വരാനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യോഗം. മത്സരത്തിൻ്റെ 11-ാം മിനിറ്റിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനായി ഫസ്റ്റ് 11 അരങ്ങേറ്റ മത്സരം കളിച്ച നിഹാൽ സുധീഷിൻ്റെ തകർപ്പൻ അസിസ്റ്റിൽ ദിമിത്രിയോസ് ഡാമൻഡക്കോസിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ആദ്യം ലീഡെടുത്തതെങ്കിൽ ആദ്യ പകുതിയിൽ മികവ് കാട്ടിയതും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ റോയ് കൃഷ്ണയുടെ ബ്രില്യൻസ് കണ്ട മത്സരത്തിൽ 53-57 മിനിറ്റുകളിൽ വലകുലുക്കിയ റോയ് കൃഷ്ണ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിക്കുകയായിരുന്നു. 53-ാം മിനിറ്റിൽ അഹമ്മദ് ജാഹുവിൻ്റെ കോർണർ കിക്ക് മനോഹരമായി ഫിനിഷ് ചെയ്ത റോയ് കൃഷ്ണ അമേയുടെ മനോഹരമായ ക്രോസിന് തലവച്ചായിരുന്നു തൻ്റെ രണ്ടാം ഗോൾ കണ്ടെത്തിയത്. ആദ്യ ഗോൾ നേട്ടത്തോടെ തന്നെ 50 ISL ഗോളുകൾ എന്ന മാന്ത്രിക നമ്പർ കണ്ടെത്തിയ റോയ് കൃഷ്ണ രണ്ടാം ഗോളും കണ്ടെത്തിയതോടെ 9 ഗോളുകളുമായി ഈ സീസണിൻ്റെ ഗോൾഡൻ ബൂട്ട് റേസിലും ഒന്നാമതായി വിലസുകയാണ്.